ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുത്തശ്ശി ആ ചൂരലൊക്കെ എടുത്ത് അവരെ തല്ലി ഒഴിക്കുന്നത് കണ്ടപ്പോ ഈ ബാധയെ കൊഴിപ്പിക്കാൻ വരുന്ന മന്ത്രവാദി ഇല്ലേ അതുപോലെ ഉണ്ടായിരുന്നു. ബാധ ഒഴിപ്പിക്കാൻ തന്നെയാണല്ലോ ശ്രമിച്ചത്, അതും കണിമംഗലത്തെ ബാധ ഒഴിപ്പിക്കാൻ. അവക്ക് ഇന്ന് തന്നെ വരുണിന്റെ ഭാര്യയായേ പറ്റൂന്ന്. ഇന്നലെ രാത്രി മുത്തശ്ശി മോളും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ തന്നെ അതിനുള്ള തിരിച്ചടി ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. എനിക്ക് ഏറ്റവും സന്തോഷമായത് എന്താണെന്നറിയോ മുത്തശ്ശി? അച്ഛനെല്ലാം ബോധ്യപ്പെട്ടല്ലോ. അതെ, അച്ഛന്റെ മനസ്സിലെ നാണക്കേട് അല്പമെങ്കിലും കുറഞ്ഞു കിട്ടിയല്ലോ. അതിനേക്കാൾ വലിയ ഒരു കാര്യമില്ല. വരുൺ, പൂർണ്ണമായിട്ട് ആശ്വസിക്കൊന്നും വേണ്ട. മുത്തശ്ശി ആയതുകൊണ്ട് ഏതെങ്കിലും വിധത്തില് ആരെങ്കിലും കൂട്ടി തിരിച്ചു വന്നിരിക്കും. വന്നോട്ടെ. ഇനി സുകുമാരിയുടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ സുകുമാരിയെ സ്വീകരിച്ചോളാം. എടി മോളെ, പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളൊക്കെ നാട്ടിലുണ്ട്. അതാണുങ്ങള് പെണ്ണുങ്ങളെ ഉപദ്രവിക്കുമ്പോഴാ. ഇനി പ്രിയങ്കയോ മുത്തശ്ശിയോ എന്തെങ്കിലും പ്രശ്നം വന്നാ ഇവര് രണ്ടുപേരെ അങ്ങ് മാറ്റി നിർത്താം. എന്നിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാന്ന്. അപ്പൊ പിന്നെ അത് പെണ്ണുങ്ങള് തമ്മിലുള്ള പ്രശ്നമല്ലേ ആവുള്ളൂ. മുത്തശ്ശി അപ്പൊ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണല്ലേ? അതേടാ സൂര്യ, വിട്ടുകൊടുക്കുന്നതിനൊരു പരിധിയില്ലേ? നമ്മുടെ കുടുംബത്തിനകത്ത് കയറി നിന്ന് നമ്മളെ എല്ലാവരെയും വെല്ലുവിളിക്കുന്ന ഒരാളെ എങ്ങനെയാ ഇതിനകത്ത് പൊറപ്പിക്കുന്നത്? ഇത് രണ്ടെണ്ണത്തിന്റെയും ഈ വീട്ടിൽ നിന്നുള്ള അവസാനത്തെ പോക്ക. എന്റെ മനസ്സ് പറയുന്നുണ്ട്, ഇനി തിരിച്ചു വരാനുള്ള ധൈര്യം സുകുമാരിക്ക് ഉണ്ടാവില്ല എന്ന്. പ്രതികാരം വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും പുറത്തു വരുന്നത്. CSRും ഗൗതവും ഒക്കെ കച്ചകെട്ടി പുറത്തു നിൽപ്പുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ ആണുങ്ങളുടെ വകുപ്പാ. അതൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്തോണം. കുടുംബത്തിനകത്തെ കാര്യങ്ങളെ ഞാനും രാധികയും അല്ലടി മോളെ? പിന്നല്ല. മുത്തശ്ശി കൂട്ടിനാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ പ്രയാസം? നമുക്ക് ശരിയാക്കാം മുത്തശ്ശി. ദൈവമേ, ഇതാരായി തുറന്നിട്ടിരിക്കുന്നേ? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തുറന്നാൽ അത് അടയ്ക്കാൻ പോലും പറ്റില്ല. കൽപ്പനയോ ഉർവശിയോ മറ്റോ ആയിരിക്കും.